5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ്. ബംഗാളിൽ 4-5 ഘട്ടമായി നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, എങ്ങനെയാണ് ഇപ്പോൾ അന്തിമമായി ഇലക്ഷൻ കമ്മീഷൻ എത്തിപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം എന്താണ്? അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളുണ്ടോ? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്ന് രാവിലെ കമ്മീഷൻ ആസ്ഥാനത്ത് യോഗം ചേരും. എല്ലാ ഉദ്യോഗസ്ഥരോടും ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം കമ്മീഷൻ ആസ്ഥാനത്ത് എത്താനായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷമായിരിക്കും ആ തീയതി പ്രഖ്യാപിക്കാനുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. വൈകുന്നേരം തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം, അതോടൊപ്പം തന്നെ തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെയുള്ള ആ സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അസമിൽ 3 ഘട്ടമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ബംഗാളിൽ ഇത്തവണ ഘട്ടം ചുരുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 4-5 ഘട്ടമായിട്ടായിരിക്കും ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. കഴിഞ്ഞ തവണ 8 ഘട്ടമായിരുന്നു ബംഗാളിൽ വോട്ടെടുപ്പ് നടത്തിയത്. അത്രയും ഘട്ടം അവിടെ വോട്ടെടുപ്പ് നടത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ വിവിധയിടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ആ സംഘർഷങ്ങൾ കുറക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് ഘട്ടം കുറക്കണം എന്നുള്ളൊരു ആവശ്യം ബംഗാളിലെ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാൾ സന്ദർശിച്ച വേളയിൽ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടം കുറക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിലെയും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും പുതുച്ചേരിയും എല്ലാം ഒറ്റഘട്ടമായിട്ട് തന്നെയായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുകയും അതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ ദിവസവും അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തീയതി പ്രഖ്യാപിക്കാനായിട്ട് ഇപ്പോൾ കമ്മീഷൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇത്രയും ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോകാനുള്ള ഒരു പ്രധാന കാരണം ഈ ബംഗാളിലെ SIR നടപടികളായിരുന്നു. അതിന്റെ പരാതികൾ ഉൾപ്പെടെ സമർപ്പിക്കേണ്ട തീയതി കഴിഞ്ഞ ദിവസമായിരുന്നു അവസാനിച്ചത്. ഈ ഒരു ഘട്ടത്തിലായിരുന്നു ഇത്രയധികം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ നീണ്ടുപോയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വിവിധ സംസ്ഥാനങ്ങളിൽ SIR നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തത് അതിനുശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് കമ്മീഷൻ പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള സന്ദർശനം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് എന്നുകൂടി ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കമ്മീഷൻ അതിന്റെ തീയതി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു 5 സംസ്ഥാനങ്ങളിലെ ആ തെരഞ്ഞെടുപ്പ് തീയതി തന്നെയാണ്. പ്രധാനമായ മുഖ്യ പാർട്ടികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഈ തീയതി വന്നതിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസും CPM-ഉം എല്ലാം അതിന്റെ പട്ടിക പ്രഖ്യാപനത്തിലേക്ക് ഇനിയിപ്പോൾ കടക്കും. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കടക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യഘട്ട പട്ടിക കേരളത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഇതിനോടകം തന്നെ 2 പട്ടിക അസമിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ഘട്ടമായിട്ട് അസമിൽ കോൺഗ്രസ് പട്ടിക പ്രഖ്യാപിച്ചെന്നാൽ BJP നിലവിൽ ഒരു സംസ്ഥാനത്തും പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല. കമ്മീഷന്റെ തീയതി വന്നതിന് പിന്നാലെ പൂർണ്ണമായും പട്ടിക ഒരുപക്ഷെ ഒറ്റഘട്ടമായി പുറത്തുവിടാനുള്ള ഒരു പദ്ധതിയാണ് BJP ലക്ഷ്യം വെക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടിയോ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും എല്ലാം മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള പട്ടിക കൂടി പുറത്തുവിടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ബംഗാളിലും TMC ഉൾപ്പെടെ ആ പട്ടിക ഇന്ന് വൈകുന്നേരത്തോട് പുറത്തുവിടുമെന്ന് മമതാ ബാനർജി ഇന്നലെ അറിയിച്ചിരുന്നു. പ്രഖ്യാപനം വന്നതിനു ശേഷം TMCയും അവരുടെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യും. പ്രതീക്ഷയോടെയാണ് എല്ലാ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനം നടക്കും. കമ്മീഷന്റെ ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം നടക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി അസ്ലം, തൗഫീഖ്, ഇവിടെ ഇന്നലെ മോദി കൽക്കത്തയിൽ റാലി നടത്തിയിരുന്നു. ഇന്ന് എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഈ പ്രഖ്യാപനത്തിന് മുമ്പ് റാലികളൊക്കെ പൂർത്തിയാക്കുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനങ്ങളിലെ സന്ദർശനങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ബംഗാളിലാണ് ഉണ്ടായിരുന്നത്. ബംഗാളിലുണ്ടായ സമയത്ത് മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കേരളത്തിലായിരുന്നു. അതിനുശേഷം അസമിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇവിടെയെല്ലാം വലിയ വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആ ഒരു പദ്ധതി പ്രഖ്യാപനം കൂടി കഴിയാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാത്തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും എല്ലാം സന്ദർശനം വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഉൾപ്പെടെ നിശ്ചയിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ പ്രഖ്യാപനങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷമാണ് കമ്മീഷൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. കൃത്യമായിട്ട്
കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഫെസ്റ്റിവലുകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ വിഷുവും വേനൽ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള തീയതിയായിരിക്കും കമ്മീഷന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിന്റെ അവലോകന സമയത്ത് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെയായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ആ സമയത്ത് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. ഇനിയിപ്പോൾ എത്ര ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത്. നേരത്തെ ബംഗാളിൽ ഉൾപ്പെടെ ഘട്ടം കുറക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബംഗാളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് ഘട്ടങ്ങളിലായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പൂർണ്ണമായ വിവരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയൂ.